അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ പറഞ്ഞ വാദങ്ങൾക്ക് പുറമെ ഇന്ന് ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ ദിലീപ് ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനം തന്നെയാണ്. പോലീസും മുഖ്യമന്ത്രിയും ഈ കേസിൽ തുടക്കത്തിൽ ഗൂഢാലോചന ഇല്ല എന്ന കാര്യം പരസ്യമായി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ ജാമ്യ ഹർജിയിൽ പറയുന്നു. അത്തരത്തിലൊരു കേസിൽ പെട്ടെന്ന് ഒരു തിരക്കഥ ചമഞ്ഞ് ദിലീപിലേക്ക് കേസ് എത്തുകയായിരുന്നു എന്നാണ് ഈ ജാമ്യാപേക്ഷയിലെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ പൾസർ സുരി എന്ന കൊടും കുറ്റവാളിയാണ് പോലീസിന്റെ താരസാക്ഷിയെന്നും ഈ ജാമ്യ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ഈ കേസിൽ മറ്റ് തെളിവുകൾ ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദിലീപിന്റെ അറസ്റ്റിലേക്ക് നയിച്ച 19 കാരണങ്ങൾ, ആ 19 കാരണങ്ങളിൽ 8 എണ്ണവും ദിലീപുമായി ബന്ധമില്ലാത്തവയാണെന്ന് ഈ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇക്കാര്യങ്ങൾ നേരത്തെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇരയായ നടി ദിലീപിനെതിരെ വ്യക്തിപരമായ ഒരു ആരോപണവും തന്റെ പൊതുപ്രസ്താവനയിൽ ഉന്നയിച്ചിട്ടില്ല എന്ന കാര്യവും ഈ ജാമ്യ ഹർജിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇരയായ നടിക്കൊപ്പം ഈ കേസിലെ മറ്റൊരു സാക്ഷി മഞ്ജു വാര്യരാണ്. ഇവരെ രണ്ടുപേരെയും ADGP ഈ സന്ധ്യയുടെ നേതൃത്വത്തിൽ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ടുപേരെയും സ്വാധീനിക്കാൻ ദിലീപിന് കഴിയില്ല എന്ന കാര്യവും ഈ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിലെ സാക്ഷികൾ ആരും തന്നെ ദിലീപുമായി നേരിട്ട് ബന്ധമില്ലാത്തവരായതിനാൽ അവരെ സ്വാധീനിക്കുമെന്ന പ്രോസിക്യൂഷന്റെ വാദം നിലനിൽക്കില്ലെന്നും ദിലീപിനെ തുടർന്ന് കസ്റ്റഡിയിൽ നൽകേണ്ട കാര്യമില്ലെന്നും ഈ ജാമ്യ ഹർജിയിൽ പറയുന്നു. ആലുവ റൂറൽ SP തന്നെ മാധ്യമങ്ങളോട് ദിലീപ് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നേരത്തെ 10 മണിക്കൂർ ആദ്യഘട്ടത്തിലും പിന്നീട് അറസ്റ്റ് ചെയ്യുന്ന ജൂലൈ 10-ാം തീയതി വീണ്ടും മണിക്കൂറുകളോളവും ദിലീപിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കസ്റ്റഡിയിൽ കിട്ടി. കസ്റ്റഡിയിൽ വെച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അന്ന് കസ്റ്റഡിയിൽ ലഭിച്ച സമയത്ത് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുത്ത് നടത്തിയത് കൂടാതെ ദിലീപിന്റെ വീട്ടിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് ആണ് ആകെ പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ആ ടാബ്ലറ്റിൽ വീഡിയോ ഗെയിം മാത്രമാണ് ഉള്ളതെന്നും ഈ പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേസിൽ ദിലീപിന്റെ 2 മൊബൈൽ ഫോൺ പ്രതി തന്നെ കോടതി മുമ്പാകെ മുദ്രവെച്ച കവറിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ കൃത്രിമം നടത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അത് നേരിട്ട് കോടതിക്ക് കൈമാറിയെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്ന പ്രതിക്ക് ജാമ്യം നൽകണമെന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. അതോടൊപ്പം തന്നെ ദിലീപ് കസ്റ്റഡിയിൽ തുടരുന്നത് മലയാള സിനിമയ്ക്ക് തന്നെ വലിയ പ്രതിസന്ധിയാണ്. അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ ഇത്തരത്തിൽ കോടികളുടെ പ്രതിസന്ധി മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ദിലീപിനെ കസ്റ്റഡിയിൽ തുടരുന്നത് മൂലം ഉണ്ടാകും. അതുകൊണ്ട് ദിലീപിന് ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:45 ദിലീപിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരിക. ആ ഘട്ടത്തിൽ കോടതി പ്രോസിക്യൂഷന്റെ നിലപാട് തേടി ഈ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് സാധാരണ ഉണ്ടാകുക. അതല്ലാതെ ഇന്ന് ഈ കേസിൽ വിശദമായ വാദം കേട്ട ഒരു തീരുമാനവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. കാരണം ഈ കേസിലെ കേസ് ഡയറി അടക്കമുള്ളവ പരിശോധിച്ചു വേണം കോടതിക്ക് തീരുമാനമെടുക്കാൻ. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മാത്രമേ കോടതി പോവുകയും ചെയ്യുകയുള്ളൂ. വിശദാംശങ്ങൾ നൽകിയത്.